ഹലോ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ നവംബറിൽ വരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ആ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ NSMC ടോപ്പേഴ്സ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ പഠിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻറ്റും NSMC ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡൻസും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും അവർ 10 ഹാബിറ്റ്സ് അവർ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നതെന്ന് നമ്മൾ ടോപ്പേഴ്സിനോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻസിലും മാത്സിലും ഒക്കെ നന്നായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം ആണ് NSMC എന്ന് പറയുന്നത്. സോ ഈ വർഷത്തെ NSMCക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ എന്താണ് ആദ്യമായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോളോ ദ കോർ സ്റ്റഡി ബ്ലൂ പ്രിന്റ്. അതായത് ഒരു കോർ സ്റ്റഡി ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് എന്ത് ചെയ്തിരുന്നു, അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവർ മേജർ ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം അവർ കോർ കോൺസെപ്റ്റ് മാസ്റ്ററി എന്ന് പറയുന്നതായിരുന്നു ചെയ്തിരുന്നത്. വെറുതെ നമ്മൾ കാണാപ്പാടം പഠിക്കുകയല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു മെമ്മറൈസേഷൻ ലേണിംഗ് അല്ല അവർ ചെയ്തിട്ടത്. അവരെന്താണ്, അവർ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവർ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമ്മളെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നമ്മുടെ സിലബസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോസിൽ കിട്ടിയിട്ടുണ്ടാവും. സോ ആ സിലബസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡെയിലി ടാർഗറ്റ് പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളൊരു ടോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഓഫ്ലൈൻ സെന്റേഴ്സിലാണെങ്കിലും കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് റെഡിനെസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ്, അതായത് CBT ആയിട്ടാണ് നമ്മൾ വരുന്നത്. സോ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റോടെ കൂടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്സും നെഗറ്റീവ് ആകുമ്പോൾ -1 മാർക്ക് കൂടി ഉണ്ട്. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ മൈനസ് മാർക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. സോ ആ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡ് മേക്ക് ചെയ്യണം. ഷീൽഡ് എങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ നമ്മൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ക്വസ്റ്റ്യനും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ അത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കണം. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് തെറ്റിപ്പോകാറുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്ത് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 8 ക്വസ്റ്റ്യൻസ് 5, 6, 7 ക്ലാസ്സിലാണെങ്കിലും 8, 9, 10 ക്ലാസ്സിലാണെങ്കിലും എന്തുണ്ടാവും, നിങ്ങൾക്ക് മാത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മാത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. മാത്ത് മെന്റൽ എബിലിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിഗർ ഔട്ട് ചെയ്യണം. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ആൻഡ് നിങ്ങൾക്ക് എവിടേക്കാണ് മിസ്റ്റേക്ക് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത്, ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം, ഒരു ലോഗ് ജേർണൽ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുപോകണം. ആ ഒരു ലോഗ്, അതിൻ്റെ കാര്യങ്ങൾ എവിടേക്കാണ് എറേഴ്സ് വന്നിട്ടുള്ളത്, അത് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ജേർണൽ ആയിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് പിന്നീട് വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കവറപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ പാസ് MCQ 2 പാസ് MCQ സ്ട്രാറ്റജി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 റൗണ്ടുകളായിട്ട് വെക്കാം. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടോപ്പേഴ്സ് ആൻഡ് ഈസി 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് 10 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ റൗണ്ട് 1 വെക്കണം. റൗണ്ട് 2 എന്ത് ചെയ്യണം, ദ റിസോൾവ് റിമൈനിങ് മൾട്ടി സ്റ്റെപ്പ് മാത്ത് ആൻഡ് ഓർ സയൻസ് ക്വസ്റ്റ്യൻസ്. അതായത് 2 റൗണ്ടുകളായിട്ടാണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, NSMCനെ കാണേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് റൗണ്ട് 1, അതായത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മാത്തമാറ്റിക്കലി കുറച്ചുകൂടി ഹയർ ലെവലിൽ തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റിലേക്ക് വെക്കാം. അതാണ് നമ്മൾ അതിന് വേണ്ടിയാണ് കുറച്ചുകൂടി ടൈം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ സേവ് ചെയ്ത് വെക്കേണ്ടത്. അതാണ് 2 പാസ് MCQ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ദെൻ കംസ് ദ എയ്ത്ത് ആയിട്ടുള്ള ഹാബിറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് റിപ്പീറ്റേഷൻ ഫ്ലാഷ് കാർഡ്സ്. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും അല്ലെ, ഫിസിക്സിലാവട്ടെ കെമിസ്ട്രിയിലാവട്ടെ. ദെൻ 5, 6, 7 കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇപ്പം സിമ്പിളായി ഒരു നമ്പർ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു റാഷണൽ നമ്പർ എന്താണ്, ഇറാഷണൽ നമ്പർ എന്താണെന്നൊക്കെ ആയിരിക്കും ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം,
അത് നമ്മൾ കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫ്ലാഷ് കാർഡ് പോലെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്തൊക്കെ കുറച്ചുകൂടി നമുക്ക് റിപ്പീറ്റേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകോൾ ചെയ്യാൻ കുറച്ചുകൂടി അത് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോങ് ടേം മെമ്മറിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി കാം അണ്ടർ പ്രഷർ, നമ്മൾ എപ്പോഴും എന്താണ്, നമുക്ക് പ്രഷറൈസ്ഡ് ആയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ എക്സാമിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ കാം ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ എക്സാമിന് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് കാം അണ്ടർ പ്രഷർ എന്ന് പറയുന്ന പാർട്ടിൽ എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞുള്ളത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡീപ് മോക്ക് ടെസ്റ്റ് ഓഡിറ്റ്സ്. വെറുതെ മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ആ മോക്ക് ടെസ്റ്റുകളിൽ എത്ര എണ്ണം നമ്മൾ കറക്റ്റ് ആക്കി, എത്ര എണ്ണം നമ്മൾ റോങ് ആക്കി, എന്തുകൊണ്ട് നമ്മളിത് റോങ് ആയതുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതിനുശേഷം നമ്മൾ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം റോങ് ആയി, അത് എന്തുകൊണ്ട് നമുക്ക് തെറ്റി. ഇനി ഇൻ കേസ് നമ്മൾ ഒരു മേ ബി കുറേ പേര് ഗസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഗസ് ചെയ്യരുത്. ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അവിടെ റോങ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഹയസ്റ്റ് ചാൻസ് ഫോർ റോങ് ആവാനാണ് അവിടെ ഹയസ്റ്റ് ആയിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക മാത്രമല്ല, അത് ഓഡിറ്റ് ചെയ്യാനും എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രമിക്കണം. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ 8, 9, 10 കേസ് വരാണെങ്കിൽ മാത്തമാറ്റിക്സിൽ 16 ക്വസ്റ്റ്യൻസും, സയൻസ് കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് എന്താണ്, ഒരു നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5, 6, 7 കേസിൽ നോക്കുകയാണെങ്കിൽ 16 ക്വസ്റ്റ്യൻ സയൻസ്, 16 ക്വസ്റ്റ്യൻ മാത്സ്, 8 ക്വസ്റ്റ്യൻസ് മാറ്റ് ആണ് വരുന്നത്. സോ 40 ക്വസ്റ്റ്യൻസ് ആണ്, 60 മിനിറ്റ്സ് ആണ്. സോ 40 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്സിൽ എന്ത് ചെയ്യണം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായുള്ള ഒരു ഒപ്റ്റിമൽ ടൈം കവറേജ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഒരു 25 മിനിറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ മാത്സിന് കൊടുക്കണം. ദെൻ ഒരു 15 മിനിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സയൻസിന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സയൻസിലെ ഡിഫറെൻ്റ് ആയുള്ള സബ്ജക്ട്സുകൾക്ക് നമ്മൾ മാക്സിമം കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് 50 മിനിറ്റ്സ് ആണ്. ദെൻ മെന്റൽ എബിലിറ്റിക്ക് 10 മിനിറ്റ്സ് കൊടുക്കണം. ആൻഡ് 10 മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എറർ ചെക്കിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒരു ടോപ്പറായി മാറാൻ പറ്റും. ആൻഡ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം. ആദ്യം വീക്ക് 1 നമ്മൾ ഒരു ഫൗണ്ടേഷൻ, നമ്മുടെ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ദെൻ മാറ്റ് ആൻഡ് PYQs ആണ് വീക്ക് 2 നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വീക്ക് 4 ഇതൊരു ഒരു 4 വീക്ക് സ്ട്രാറ്റജിയാണ് ആക്ച്വലി പറഞ്ഞത്. ഈ ഒരു 3rd വീക്കിൽ നിങ്ങൾ ഫുൾ CBT മോക്സ് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. ദെൻ ഫൈനൽ പോളിഷിന് വേണ്ടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് CBT മോക്സ് അവൈലബിൾ അല്ല, നിങ്ങൾക്ക് PDF ആയിട്ടാണ് അവൈലബിൾ, അതും നിങ്ങൾ ചെയ്ത് നോക്കാം. അതിന് കൃത്യമായുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ സക്സസ് ഈസ് in NSMC isn't about solving every question, it is about solving what you attempt with 100% precision and 0 avoidable errors. അതായത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ NSMC ടോപ്പർ ആവാന്നുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, ഇറ്റ് ഈസ് അബൌട്ട് സോൾവിങ് വാട്ട് യു അറ്റംപ്റ്റ് വിത്ത് 100% precision and 0 avoidable errors. അതായത് അവോയ്ഡബിൾ എറേഴ്സ് 0 ആക്കുക, അതുപോലെ തന്നെ 100% പ്രിസൈസ്ഡ് ആവുക. എന്നാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഒരു NSMC ടോപ്പർ ആവാൻ പറ്റും. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളിൽ ഓരോരുത്തരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ടോപ്പറായി മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സയൻസിലും മാത്സിലും മാറ്റിലൊക്കെ പൊലികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാടധികം ക്യാഷ് പ്രൈസുകൾ വിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ആക്ച്വലി NSMC എന്ന് പറയുന്നത്. സോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻഡ് ആയിട്ടുള്ള കമൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് NSMCയിൽ ടോപ്പറായിട്ട് നമുക്ക് കാണാം.